വൃത്തിയിട്ടവനെ കൊറേ നേരം ആയാലും ഉള്ളിലോട്ട് നോക്കി അശ്ലീലം കാട്ടുന്നത്. എന്താ എനിക്ക് വേണ്ടത്? സോറി ചേച്ചി എന്നെ ഇൻസൾട്ട് ചെയ്യരുത്. മേലെ ഞാൻ സ്ത്രീകളുടെ മുമ്പിൽ സിബിടില്ല. സോറി. കാണിച്ചു തരാടാ. ഇനി എന്ത് കാണാൻ എല്ലാരും കണ്ടില്ലേ? വേറെന്തെങ്കിലും നല്ല ജോലി ചെയ്ത് ജീവിക്കണോ? വെറുതെ ഒരു മനുഷ്യായുസ് കളയാതെ. കഷ്ടം. അയ്യോ. നമസ്കാരം. ഇദ്ദേഹത്തിന്റെ കാര്യമാണ് ഞാൻ സാറിനോടന്ന് പറഞ്ഞത്. ഹലോ സാർ, ഇരിക്കും. താങ്ക് യു. ഏത് കാര്യത്തിന്റെ കാര്യ? അല്ല, ഞാനന്ന് പറഞ്ഞില്ല ഒരു സെയിൽസ്മാന്റെ പോസ്റ്റിന്റെ കാര്യം. അത് ഇദ്ദേഹത്തിന് വേണ്ടിയാ. ഓ അത് ശരി. ബിസിനസ് ഒക്കെ ഡള്ളാടോ. പുതിയ പോസ്റ്റിംഗ് ഒന്നും ഇപ്പൊ പറ്റില്ല. അയ്യോ, അങ്ങനെ പറയരുത് സാറേ. സാറേ എനിക്ക് വാക്ക് തന്നല്ലേ. ആ പോസ്റ്റ് പോയടോ. പിന്നൊരു പണിയുണ്ട്. ആ ജോലിക്ക് ഇത്രയും വേറെ പിടിക്കേണ്ട കാര്യമില്ല. ശ്വാസം വിട്ടേക്ക് മാഷേ. ഇതാണ് എന്റെ സ്ഥായി ഭാവം സാർ. ബാക്കിയെല്ലാം ജോലി കിട്ടാൻ വേണ്ടി ഇവൻ വെച്ച് കെട്ടി തന്നതാ. ഒരു പാർട്ട് ടൈം ജോലിയാ. തന്റെ സ്ഥായി ഭാവം ഒന്നും പുറത്തു കാണിക്കാൻ പറ്റില്ല. ഡെയിലി 3 മണിക്കൂർ. എന്താ തനിക്ക് പറ്റുമോ? പറ്റും സാർ. എന്നെ എന്ത് ജോലിക്കും പറ്റും. എന്ത് ജോലിയെന്ന് ഞാൻ ചോദിക്കുന്നില്ല. ശമ്പളം മാത്രം കിട്ടിയാ മതി. ഇനിയിപ്പോ ജോലി ഇല്ലെങ്കിൽ കൂടി കുഴപ്പമില്ല. ശമ്പളം കൃത്യമായിട്ട് തന്നാ മതി. അല്ല, അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോ. ഒന്നിങ്ങൊന്നേ വാ. എന്താ സാർ? തന്റെ ഡ്യൂട്ടി ഇപ്പൊ കഴിയില്ലേ? കഴിയുമ്പോ താനതഴിച്ച് ഇങ്ങേറി കൊടുത്തേക്ക്. ഇനി സെക്കൻഡ് ഷിഫ്റ്റിൽ മാത്യുവിന് പകരം ഇയാളാ. ഒരു ആക്സിഡന്റ് പറ്റി മാത്യു കുറച്ചാൾ ലീവാ. ഓക്കെ. വൈകുന്നേരം ഇത്തിരി മേലുവേന ഉണ്ടാവും, പിന്നെ ഒരു തലവേനയും. കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവുള്ളൂ, പിന്നെ അത് ശീലായിക്കോളും. സച്ചേട്ടന് ഈ പണി ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ സച്ചേട്ടൻ തന്നെ വേറെ പണി കണ്ടുപിടിക്കും. ഒരു തരൂ ചേട്ടാ. ആഹാ, നല്ല കറക്റ്റ് ഫിറ്റ്. ഇയാളെക്കാളും കറക്റ്റ് ഫിറ്റ് സച്ചേട്ടനാ. അതിനേക്കാളും കറക്റ്റ് ഫിറ്റ് ആയിട്ട് ഒരാളുണ്ട്. അതായിരുന്നു ഇവന്റെ അപ്പൻ. ഞാൻ വിട്ടോട്ടെ മാഷെ. നിങ്ങൾ വരുമ്പോ എൻട്രൻസിൽ ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നില്ലേ? അതുപോലെ ചെന്ന് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അങ്ങനെ തലയേറ്റിയാ മതി. കുറച്ചേ എന്ത് പണ്ടാറായാലും മുഖാരും കാണൂല്ലോ. ഇഷ്ടം പോലെ കടക്കാരുടെ ശല്യമുള്ള സ്ഥിതിക്ക് സച്ചേട്ടൻ സ്ഥിരാക്കി കൂടെ? നിന്റെ 16 അടിയന്തരം കഴിഞ്ഞിട്ട് സ്ഥിരാക്കടാ. മുമ്പിൽ പോടാ. നാറിയിട്ട് പാടില്ല. ഒരു ഓക്സിജൻ മാസ്ക് ഫിറ്റ് ചെയ്യണം. ദൈവമേ, മവടിച്ചൊന്നും വീഴല്ലേ. കടിച്ചിട്ടും പാടില്ല. വൃത്തിയായിട്ടാ കുളിക്കാണ്ട് കയറി നിരുന്നോ. Welcome. Hey, look at the funny chat, baby. Hi. Hey, rabbit. എന്തെല്ലാം കലങ്ങി. ഈ പൂത്താങ്കിരി കുസ്തിക്കാരനാ. കരിഞ്ഞ ഋത്തിക് റോഷൻ പോയണ്ടോടാ? കണ്ടു. ഏതടാ കൂടെയുള്ള ഐശ്വര്യ റായ്? എന്തായാലും കണ്ണ് കാണാത്ത പീസ. അല്ലെങ്കിൽ ഇവന്റെ കൂടെ പോവോ? Step in, darling. Thank you. റെസ്റ്റോറന്റിലേക്കാ പോകുന്നത്. കണ്ണൂർന്നില്ല പെണ്ണിന്റെ വാ തുറക്കും. കഴിഞ്ഞ 2-3 മാസത്തെ ബില്ല് ബാക്കിയുണ്ട്. അടച്ചില്ലെങ്കിൽ ഫ്യൂസൂർ എന്നൊക്കെ പറഞ്ഞപ്പോ അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത കുഞ്ഞാറച്ചണ്ട കയ്യിൽ കിട്ടുമ്പോ തരാന്ന് പറഞ്ഞ 1000 രൂപ കടം വാങ്ങിച്ച് കൊടുത്തുട്ട കഴിവറ മോന്റെ കയ്യില്. ആ കാശായിരിക്കും അത്. അവന്റെ ഫീസ് ഞാൻ 100. ഹെൽമെറ്റ് വെച്ചിട്ട് പോവാ, വെറുതെ തല്ലുകൊള്ളണ്ട. ഇവിടെ Yes, please. 1 pizza and 2 cokes.
ആരോ ചില്ലോട് കൊടുന്ന് വെച്ച That's enough. നമ്മുടെ കാര്യം വീട്ടിൽ അവതരിപ്പിച്ചോ? മമ്മിയോട് സൂചിപ്പിച്ചു. ഡാഡിയെ തിരക്കൊഴിഞ്ഞ് കിട്ടിയില്ല. ശരത്ത് വീട്ടിൽ പറഞ്ഞോ? എന്റെ ബ്രദറും ഭയങ്കര ബിസിയാണ്. 100 കൂട്ടം ബിസിനസ് അത്തല്ലേ. ഓഹോ. ഇപ്പൊ കക്ഷി ടൂറിലാണ്. ഐ തിങ്ക് ഹീസ് ഇൻ സാൻ ഫ്രാൻസിസ്കോ. അത് കഴിഞ്ഞ് മറ്റന്നാ ഫിലാഡൽഫിയ. എനിക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. 2-3 CD, പിന്നെ ഒരു ജീൻസും ടോപ്പും. മറക്കണ്ട, ഇന്ന് ശരത്തിന്റെ ട്രീറ്റാ. അത് പിന്നെ പറയാനുണ്ടോ ഡിയർ? ചേട്ടൻ സ്റ്റേറ്റ്സ് അയച്ചിരുന്ന ഡോളേഴ്സ് ഒക്കെ ഞാൻ പിന്നെ ആർക്ക് വേണ്ടിയാ സ്പെൻഡ് ചെയ്യേ? ഇവിടെ മൊത്തം ഡ്യൂപ്ലിക്കേറ്റ് റൂബറുണ്ട്. ചേട്ടന്റെ കാശ് വെറുതെ കളയണോ? താനോടുത്ത പണിക്കാരനല്ലേ, എന്നിട്ടാ കുറ്റം പറയണേ? മുഖംമൂടിയിട്ട സത്യങ്ങൾ പറയാണ്ടിരിക്കാൻ പറ്റുവാ? ഡോണ്ട് ഡിസ്റ്റർബ് us. ഞങ്ങൾ കുറച്ചേരം ചൊല്ലിക്കോട്ടെ. ഓ poor chap, give him some tip. അങ്ങനെ നല്ല കാര്യമൊക്കെ ചെയ്യും. ഉള്ളതൊക്കെ പോന്നോട്ടെ. ജീവിക്കാൻ വേണ്ടി ഓരോ വേഷങ്ങളെ. ലുക്ക് ഡാർലിംഗ്, ഐ എം ഗിവിംഗ് ഹിം $100. Oh so cute. പറ്റിയ കൂട്ടാ. എന്റെ കാശ് എനിക്ക് തന്നെ തന്നിരിക്കാം കാട്ടുമാക്കാൻ. ഇനി ഞാൻ 900 രൂപ എവിടെ നിന്ന് ഉണ്ടാക്കേണ്ടി ഈശ്വര? ആ കുഞ്ഞാറുവിന്റെ കാര്യം ആലോചിക്കുമ്പോ താങ്ക് യു. തന്മാത്രയിലെ ആദ്യത്തേതും അവസാനത്തേതുമായ കാർബൺ ആറ്റങ്ങൾ തമ്മിലുള്ള ബന്ധനം മൂലം ചില സംയുക്തങ്ങൾക്ക് വലിയ രൂപത്തിലുള്ള ഘടനയുണ്ടാകുന്നു. അതിനെയാണ് വലിയ സംയുക്തങ്ങൾ അഥവാ ക്ലോസ് ചെയിൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ഈ വലിയ സംയുക്തങ്ങളെ ആലിസൈക്ലിക് സംയുക്തങ്ങൾ എന്നും ആരോമാറ്റിക് സംയുക്തങ്ങൾ എന്നും രണ്ടായി തരംതിരിക്കാം. ഏട്ടന് മനസ്സിലായോ? എത്ര പ്രാവശ്യം പറഞ്ഞു തന്നതാ? അതെ, നമുക്കിനി ഫിസിക്സ് പഠിക്കാം. ഈ കെമിസ്ട്രി ഭയങ്കര ബോറാ. അപ്പൊ കെമിസ്ട്രി പാസ്സാവണ്ടേ? അത് കറണ്ട് വന്നിട്ട് മതി. വെളിച്ചത്തിരുന്ന് പഠിക്കാത്തോണ്ടാ എന്റെ തലയിലൊന്നും കയറാത്തത്. ഈ പ്രകാശ സംശ്ലേഷണം എന്ന് പറഞ്ഞാൽ അതാണല്ലോ. അതെ, ഈ പ്രകാശ സംശ്ലേഷണം ബയോളജിയിലാ. അപ്പൊ ബയോളജിയും തലയെ കയറിയിട്ടില്ല എന്നർത്ഥം. ആ, അതാണ് എല്ലാം കൂടി ഒരു ദിവസം പഠിപ്പിച്ചുള്ള കുഴപ്പം. അങ്ങോട്ട് മാറിപ്പോവില്ലേ? ഓ ദേ വരണ്ട്. ഓ, ഒളിച്ചോടി പോയിട്ടില്ല കാട്ടുകന്തർവൻ. എന്തെല്ലാം ഇരുട്ടിരിക്കണേ? ഈ മുട്ടിഞ്ഞ പവർ കട്ട് ഇനി തീർന്നില്ലേ? ഏട്ടാ, ഈ ഫിലാഡൽഫിയയിൽ പവർ കട്ട് ഉണ്ടോ? ഫിലാഡൽഫിയയിൽ പവർ കട്ടില്ല. അവിടുന്ന് 1300 കിലോമീറ്റർ പ്ലെയിനിൽ സഞ്ചരിച്ചാൽ സാൻ ഫ്രാൻസിസ്കോയിൽ അവിടെയാണ് എപ്പോഴും പവർ കട്ട്. ആ, നീയപ്പോ വന്നു? ഞാൻ ടൂർ കഴിഞ്ഞ് ഫിലാഡൽഫിയ ഇപ്പൊ ലാൻഡ് ചെയ്തുള്ളൂ. നിനക്ക് സുഖമല്ലേ അനിയാ? നടന്നു നീ വല്ലാണ്ട് മെലിഞ്ഞു. എടാ സച്ചി, ചുറ്റുവട്ടത്തൊക്കെ കറണ്ട് ഉണ്ടല്ലോ, എന്നിട്ടെന്താ നമുക്ക് മാത്രം ഇല്ലാത്ത? ഇതാണ് ഇലക്ട്രിസിറ്റി ബോർഡുകാരുടെ ഒരു കാര്യം. ഒരു 3-4 മാസത്തെ ബില്ലടച്ചില്ലേ അപ്പാമാര് ഫീസ് വരും. ദേ, ഇവൻ രാവിലെ പറഞ്ഞുള്ളൂ ബില്ലടച്ചില്ലേ അപ്പ ഫീസ് വരുന്ന്. നീ പറഞ്ഞില്ലേടാ? അങ്ങോട്ട് വന്ന് ഒരു കാര്യം പറഞ്ഞു. നീ വല്ലാണ്ട് പെര നിറഞ്ഞു. ഒന്നും കഴിക്കുന്നില്ലേ നീ? വാതിലിപ്പടി പോലും കടക്കുന്നില്ലല്ലോ മോനെ. അയ്യോ, എന്താടാ സച്ചി? ഇരുട്ടോണ്ട് ഞാൻ പല ഓട്ടയിലടിക്കാൻ. ഇതാണ് ഏട്ടാ ഇരുട്ടടി എന്ന് പറഞ്ഞ? അല്ല മോളെ, അത് ലൈറ്റ് ഇട്ട് അടിക്കണ ഇരുട്ടടി എന്ന് പറയാ. നീ ആരാടോ? 2 കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനാ ചേട്ടൻ മോന്റെ കൂമ്പിനിട്ടിപ്പ തന്നത്. 1, നാളെ വൈകുന്നേരം ഏട്ടൻ വീട്ടിൽ വരുമ്പോഴേക്കും ഇവിടെ കറണ്ട് ഉണ്ടാവണം. 2, ഒരു പെണ്ണിനെ വളയ്ക്കാൻ നടക്കുമ്പോ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ 4 തുട്ടെങ്കിലും പോക്കറ്റ് ഉണ്ടാവണം. മനസ്സിലായടാ? പതുക്കെ. ഗുഡ് നൈറ്റ് ഏട്ടാ. ഭക്ഷണം കഴിച്ചിട്ട് കിടന്നോട്ടോ. എന്തു നല്ല പയ്യനായിരുന്നു സാറേ എന്ന് പ്രപ്പോസ് ചെയ്ത വിദ്യം. അവനും അവന്റെ പപ്പായും അമ്മായും അന്ന് ഇതുപോലെ സാറയെ വന്ന് കണ്ട് സന്തോഷത്തോടെയെല്ലാം തീരുമാനിച്ചതാ. കെട്ട് കഴിഞ്ഞാൽ അവളെ ഞങ്ങളെയൊക്കെ കൊണ്ടുപോവാൻ വിസയ്ക്കും കൂടി ഏർപ്പാടാക്കിട്ട് വന്നതാ വില്യം. ഒടുക്കെ എന്തായി? എല്ലാം സ്പോയിലായില്ലേ. അവിടെ കെട്ടും നടന്നില്ല, ഞങ്ങളുടെ പോക്കും നടന്നില്ല. അതൊക്കെ ഞങ്ങൾക്കും അറിയാവുന്ന കാര്യമല്ലേ. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അതറിയാത്തവരാരല്ലേ? ഗ്രിഗോറിയോസ് ഗിർഗറി എന്ന സമുദായ പ്രമാണി ഒരൊറ്റ ദിവസം കൊണ്ട് തകർന്ന് നിലംപരിശായ കഥ. അന്നു മുതലേ അതിന്റെ നാണക്കേടും സഹിച്ചുകൊണ്ട് ജീവിക്കുക ഞാൻ. പിന്നെ വിചാരിച്ചു, ഈ മരിയയുടെ ഹസ്ബൻഡ് ജെന്നിഫറിന്റെ പപ്പ ഷിപ്പിൽ ജോലി ഉണ്ടായിരുന്ന ഡെറിക്ക്, അയാൾ അങ്ങ് ഇസ്രയേലെത്തിയാൽ ഞങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുമെന്ന്. അയാൾക്കാണെങ്കിൽ അങ്ങനെ ഒരു വിചാരമൊട്ടുണ്ടായില്ല. കള്ളും കുടിച്ച് കരളും പോയി 38ാമത്തെ വയസ്സിൽ കഥ തീർന്നു. പിന്നെ എന്തൊക്കെ ഓഫറുമായിട്ട് വന്നതാ റീത്തയുടെ ഹസ്ബൻഡ്. അപ്പോഴും കരുതി ആഗ്രഹങ്ങളൊക്കെ നടക്കാൻ പോവാന്ന്. ആ പ്രോമിസ് ലാൻഡിലെ മണ്ണ് ചുംബിച്ച് മരിക്കാമെന്നൊക്കെ. ബട്ട് ഹി വാസ് എ ചീറ്റ്. പോയവൻ പിന്നെ തിരിച്ചു വന്നില്ല. അവിടെ വേറൊരു പെണ്ണും കെട്ടി സുഖമായിട്ട് ജീവിക്കുക. എന്നെങ്കിലും ആ മണ്ണിൽ കാല് ചവിട്ടാനിടയായാൽ അവരെ കണ്ടുപിടിച്ച് ചെള്ളയ്ക്ക് 4 പൊട്ടീരി പൊട്ടിക്കണം. ഇനി പ്രതീക്ഷ മുഴുവൻ ഇവളില. 3 പെൺമക്കളുണ്ടായിട്ടും സാധിക്കാഞ്ഞത് ഗ്രാൻഡ് ഡാറ്ററിലൂടെ സാധിക്കണം. ഇവളെ പ്രപ്പോസ് ചെയ്യാൻ വരണത് ആരായാലും ഞങ്ങളെ കൂടെ കൊണ്ടുപോകാൻ ഉറപ്പ് തന്നാലേ ഈ ഗിർഗിർ സമ്മതിക്കൂ.
ഇത് അവസാനത്തെ കച്ചിത്തുരുമ്പ. അതറിഞ്ഞുകൊണ്ടാണ് അവൻ എഴുതിയത്. ഞങ്ങൾ ഇസ്രായേലിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് ഇവിടെ വന്നൊന്ന് സംസാരിച്ച് ഫിക്സ് ചെയ്യാൻ. ആ ഇഷാക്കും മിടുക്കനാ, എനിക്കിഷ്ടമാണ് അവനെ. പോയിട്ട് 3-4 കൊല്ലമല്ലേ ആയുള്ളൂ. അപ്പോഴേക്കെന്തേ പപ്പായെയും അമ്മായെയും കൊണ്ടുപോണു. നല്ല ജോലിയുമായവന്. ഉം. ഞങ്ങൾ അവിടെ ചെന്നൊന്ന് സെറ്റിലായിട്ട് ആ. ഒരു 5-6 മാസത്തിനകം നിങ്ങൾക്കൊക്കെയുള്ള വിസയുമായിട്ട് അവൻ വരും. ആ. നിങ്ങൾ അവിടെ വന്ന് അവിടെ വെച്ച് നടത്താം നമുക്ക് ഈ മാരേജ്. ഓഹോ, സന്തോഷം സന്തോഷം. ഇനി ഒന്നും പറയണ്ട. സന്തോഷം കൊണ്ട് ഈ റൂഫുള്ളത്തിന്റെ ആണെങ്കിൽ മേലോട്ട് പൊങ്ങി ആകാശത്തേക്ക് പോവാൻ തോന്നുക. താങ്ക് യു റിച്ച, താങ്ക് യു. കാപ്പി കുടിക്ക്, കാപ്പി കുടിക്ക്. അതൊക്കെ ശരി. ജെന്നിക്ക് ഞങ്ങളുടെ മകനെ ഇഷ്ടാണോന്നറിയണ്ടേ? ജെന്നിയൊന്നും പറഞ്ഞില്ല. എന്തു പറയാൻ, അവക്ക് ഇഷ്ടമാണ്. അല്ലെങ്കിൽ തന്നെ ഇഷാക്കിനേക്കാൾ യോഗ്യനായ ഒരു ചെറുപ്പക്കാരനെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വേറെ എവിടുന്നാ അവക്ക് കിട്ടുക? അവൾക്ക് സമ്മതമാണ്. ആ കിളവന്റെയും ഭാവം കണ്ടു കഴിഞ്ഞാൽ ഇനി അപ്പൊ തന്നെ ഒരു ചാക്കിനകത്തിട്ട് കെട്ടിക്കൊണ്ട് പോകും തോന്നും. അവരെന്തടി തവള കൊടുത്തക്കാരോ നിന്നെ ചാക്കി കെട്ടിക്കൊണ്ടുപോവാൻ? മാന്യമര്യാദക്ക് പെണ്ണാലോചിച്ച് വന്നതല്ലേ, അതിന് നീ എന്താ എത്ര ചുണ്ടു പിടിക്കണേ? ഒരു പെണ്ണാലോചന. ഇഷാക്കല്ലേ പിശാശ്. വേറെ ആരും കണ്ടില്ല. ഐ ഹേറ്റ്. പണ്ടോട്ടാണ് നോട്ട അസ്ഥാനത്താ. അല്ല, മിനിഞ്ഞാന്ന് വരെ ഇവിടെ തെണ്ടി തിരിഞ്ഞ് നടന്ന ചക്കനാണല്ലോ ഇഷാക്ക്. ഇസ്രായേലിൽ പോയപ്പോ അവന് ഇത്ര പെട്ടെന്ന് കേമനായ. എന്തായാലും ഇപ്പൊ കേമനാണല്ലോ, പിന്നെന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല, പക്ഷേ അതിന് വേറെ ആളെ നോക്കണം. എന്റെ ദൈവമേ, ആ ഇഷാക്കിന് എത്രയും പെട്ടെന്ന് നല്ല ബുദ്ധി തോന്നിപ്പിച്ച് ഈ ശല്യത്തിന്റെ പെട്ടിയെടുത്ത് ഇവിടെ ഇവിടുന്ന് കെട്ടിക്കണേ. ചൂട് ചായ ഇരിക്കണേ. ഉപ്പാപ്പോ, ഇഷാക്ക് ഇവിടെ കെട്ടിയ ഒറ്റയടിക്ക് 2 ബാധ ഒഴി. ഒന്ന്, ആ പരട്ടക്കളവൻ ഇവളുടെ ഗ്രിഗറി ഗ്രാൻഡ് പാ. പിന്നെ ഇല്ലാത്ത കള്ളക്കണക്ക് എഴുതി ഉപ്പാപ്പാടെ ചുമര് വൃത്തിയേടാക്കുന്ന ഗ്രിഗറി ഗ്രാൻഡ് പായുടെ ഗ്രാൻഡ് ഡോട്ടർ കിർകിറി. അതെ, കണ്ണുപോലെ കണ്ണിന് വില അറിയൂ. ഞാൻ പോയ കാശ് ഇടുന്നേരം ഇവിടെ വേറൊരു ജെനിഫർ ഉണ്ടാവില്ല. നീ പോയാ ഞാൻ ഇന്റർനെറ്റ് വഴി ഗ്രിഗറി.com കടം ചോദിക്കും. നീ ആ ഗ്രിഗറിയുടെ പോക്കറ്റിൽ നിന്ന്, അയാളുടെ പോക്കറ്റിൽ കോപ്പുണ്ടാവും, നീ ഇഷാക്കിന്റെ പോക്കറ്റിൽ നിന്ന് എന്താ കിട്ടണെന്ന് വെച്ചാ അതെടുത്ത് ഇസ്രായേൽ ഷെയ്ക്കിൽ മാറി ഡോളേഴ്സായിട്ട് അപ്പ പൈച്ചെന്നാ മതി. ഇവിടെ പൈസക്ക് ഭയങ്കര ടൈറ്റാടി. ആ പൈസ കിട്ടുമ്പോ ഈ ചെവരൊക്കെ ഒന്ന് വെള്ളം വലിക്കണം. ആ നേരം കൊണ്ട് ചന്തയിൽ പോയി ഒരു വണ്ടി വലിക്ക്, എന്തെങ്കിലും കാശ് കിട്ടും. ഒഴിക്കണില്ലേ? ആ കുടിക്കായിരുന്ന നിങ്ങളൊക്കെ അനുഭവിക്കാൻ പോണേ ഉള്ളൂ. എടീ, കുടിച്ച ഗ്ലാസ് എഴുതി വെച്ചിട്ട് പോടി. ഒരു പെൺകുട്ടി കുടിച്ച ഗ്ലാസ് കെടി വെച്ചാലേ മാനം ഒടിഞ്ഞു പോകുന്നില്ല. സംഗതി നമ്മൾ കളിയാക്കണ്ടെങ്കിലും കഷ്ടമുള്ള കാര്യം. പാവം. രാവിലെ റൂം എടുത്തപ്പോ രജിസ്റ്റർഡ് മാഡത്തിന്റെ പേര് മാറ്റി എഴുതിയാലോ എന്ന് പോലും ഞാൻ ആലോചിച്ചതാ. അപ്പോഴേക്ക് ആ റിസപ്ഷനിലെ പെൺകുട്ടി എക്സ്ക്യൂസ് മീ ആര്യാദേവിയല്ലേ മാഡം എന്നും പറഞ്ഞ് തിരിച്ചടഞ്ഞില്ലേ? ആ പെൺകുട്ടിയോട് പ്രത്യേകം പറയണം, നമ്മളിവിടെ താമസിക്കുന്ന കാര്യം ആരും അറിയണ്ടാന്ന്. അനാവശ്യമായ ഫോൺ കോൾസും വിസിറ്റേഴ്സും ഒന്നും വേണ്ട. പൂജ ഇവിടെ. പൂജ, അമ്മ, ഷീസ് വെരി നോട്ടി. നമ്മളിവിടെ ടൂർ വന്നതല്ല, അത് ഓർമ്മ വേണം മോക്ക്. ഐ എം സോറി അമ്മ. ഇറ്റ്സ് ഓക്കെ, കം. ഒന്ന് നിന്നേ. ഇങ്ങനെയാണോ ഈ ഹോട്ടലിലെ രീതി? സോറി, ഞാൻ അറിയാതെ. എന്തോന്നറിയാതെ? ഇതിന്റെ ഉത്തരവാദപ്പെട്ട ഒരാളാന്ന് വെച്ചാ വിളിച്ചേ. അല്ല, ഇവിടുത്തെ സ്റ്റാഫിനും മാനേഴ്സിനും ഡിസിപ്ലിനും ഒന്നും ഇല്ലെന്ന് ചോദിക്കണമല്ലോ. ആ കുട്ടിക്കൊരു അബദ്ധം പറ്റിയതാവും, വിട്ടേക്ക് മാത്തച്ചയാ. ഇതങ്ങനെ വിട്ടാ പറ്റത്തില്ല. ഇന്ന് ഡ്രസ് എടുത്തിട്ടു. ഇക്കണക്കിന് റൂമിലിരിക്കുന്ന തിങ്സിനും ബാഗേജിനും ഒക്കെ എന്താ സെക്യൂരിറ്റി? വിലപിടിപ്പുള്ള ഒരുപാട് സാധനങ്ങളുള്ളതല്ലേ. സർ, ഞങ്ങളൊന്നും അങ്ങനെ ചെയ്യില്ല. ഇതൊരു അബദ്ധം. സോറി.
സോറി പറഞ്ഞുകൊണ്ടൊന്നും ആയില്ല. സാധാരണ റൂം ക്ലീൻ ചെയ്യാൻ വരുമ്പോ ഒരു സൂപ്പർവൈസർ ഉണ്ടാകുമല്ലോ. എവിടെ? സർ, അവരറിഞ്ഞ എന്റെ ജോലി പോവും. പോട്ടെ, അത് ഞങ്ങൾ എന്തോണം? അവരെ വിളിച്ചിട്ട് തന്നെ കാര്യം. ലീവ് ഇറ്റ് മാത്തനങ്ങൾ. അബദ്ധം പറ്റിയാന്ന് ആ കുട്ടി പറഞ്ഞില്ലേ? ഡോണ്ട് ഹാരാസ് സർ. ഇറ്റ്സ് ഓക്കെ. എന്താ കുട്ടിയുടെ പേര്? ജെനിഫർ. നൈസ് നെയിം. സോറി മാഡം. ഇറ്റ്സ് ഓക്കെ, കുട്ടി പൊക്കോളൂ. ചമ്മി എന്ന് പറഞ്ഞ ഇതുപോലൊരു ചമ്മൽ എന്റെ ലൈഫിൽ ഉണ്ടാവാനില്ല. ഇടയ്ക്കൊക്കെ ചമ്മണോണ്ട് കുഴപ്പമില്ല, അഹങ്കാരം കുറയൂന്നേ. അപ്പോഴത്തെ എന്റെ ഒരവസ്ഥ, ആ 9th ഫ്ലോറിൽ നിന്ന് ഒരൊറ്റ ചാട്ടം വെച്ചു കൊടുത്താലോ തോന്നി. ഇനി ചാടാൻ പോകുന്നതിന് മുമ്പ് നിന്റെ ക്യാഷ് ബാഗ് മാറ്റി വെച്ചേക്കണേ. വേറെ ആളെ കണ്ടുപിടിക്കുന്നവർ അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയും ജീവിക്കണ്ടേ. പോടാ, കോമഡി തലയാ. ആ സ്ത്രീ പിന്നെ നല്ല ഡീസന്റ് ആയിട്ട് തോന്നി. ഇയാൾ അറിയോ അവരെ? ഇയാളുടെ അച്ഛന്റെ പഴയ പാട്ടുകാരി, ഹിന്ദിയിൽ പാടിയിരുന്ന ആര്യദേവി. മോളും ഉണ്ട് കൂടെ. പിന്നെ മാനേജറെ പോലെ തോന്നുന്ന ഒരു കോന്തനും. അവരെന്തിനാ അവിടെ താമസിക്കുന്നത്? ആ, ഞാൻ ചോദിച്ചില്ല. ചോദിക്കണ്ട, അവരത്രക്ക് ഡീസന്റ് ഒന്നുമല്ല. ഇനി കണ്ടാ മിണ്ടാനും കിണുങ്ങാനൊന്നും പോണ്ട, മനസ്സിലായോ? അമ്മേ, അമ്മേ, ഈ അമ്മ അവിടെ പോയി കിടക്കണ്. ആ അമ്മേ, ആ രതി ഇവിടെ വന്നിരുന്നോ? ഹിന്ദി സിംഗർ ഇവള് പറഞ്ഞു. ആ നേരത്തെ ഞാനിവിടെ ഇല്ലാതെ പോയി, ഒന്ന് പരിചയപ്പെടായിരുന്നു. അമ്മ വാതിൽ തുറക്ക്. വരണോ? ഞാൻ ഈ സാരി ഒന്ന് എടുത്തു നോക്കുമായിരുന്നു. എങ്ങനെയുണ്ടടാ? അവര് തന്നതാ. എത്ര കൊല്ലായിട്ട് കണ്ടതാ, ഒരു ഗമയും കാണിച്ചില്ല. പോരാത്തതിന് 10,000 രൂപയും തന്നു. 10,000 രൂപ? ആ, ഇന്നത്തെ കാലത്ത് ഇത്ര നല്ല മനസ്സുള്ള ആൾക്കാരുണ്ടോന്നാ എന്റെ അതിശയം. എന്നിട്ടാ കാശ് അവിടെ? അത് ഞാൻ അലമാര വെച്ച് പൂട്ടി. തൽക്കാലത്ത് ചേട്ടനറിയണ്ട. ഉടനെ അവിടെ കടം വീട്ടാം, ഇവിടെ കടം വീട്ടാം, അവിടെ കൊടുക്കണം, ഇവിടെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് വാങ്ങി ചെലവാക്കും. ഞാനാണെങ്കിൽ ഒരു കീബോർഡ് വാങ്ങാൻ എന്താ മാർഗം കരുതി നടക്കരുന്നു. കീബോർഡ് വാങ്ങൂല, ഒരു മണ്ണാങ്കട്ടിയും വാങ്ങൂല. ഈ വീട്ടിലൊരു ഫ്രിഡ്ജ് ഉണ്ടോ? ജ്യൂസ് അടിച്ചു കുടിക്കാൻ ഒരു മിക്സി ഉണ്ടോ? പിന്നെ എന്തൊക്കെ കാര്യങ്ങള്? ഈ കാശ് ഇൻസ്റ്റാൾമെന്റുകാരുടെ കൊടുത്താ ഒക്കെ അവര് വീട്ടിൽ കൊണ്ടുവന്നിടും. പിന്നെ പോരാത്തത് മാസാമാസം സച്ചിമോൻ അടച്ചോളും. അതെ, ആദ്യം നമ്മുടെ വായ അടയ്ക്കാം. ഫ്രിഡ്ജ് വാങ്ങും, മിക്സി വാങ്ങും, AC വേണ്ടേ? പിന്നെ എന്തൊക്കെയാ വേണ്ടത്? പോർച്ചിലിടാൻ ഒരു ഓപ്പലാഷ ക്യാറായാലോ? ഇങ്ങനെ നാണില്ലാത്ത ഒരമ്മ, ഒരു ഉളുപ്പില്ലാതെ അവരെ സൽക്കരിച്ച് ഇറന്ന് കാശ് വാങ്ങിട്ട് നിളിക്കുക. ഒന്ന് പോടാ അവിടുന്ന്. എരുന്നൊന്നുമില്ല, നിർബന്ധിച്ച് തന്നതാ ആര്യാദേവി. ആരാ ഈ ആര്യദേവി? അറിഞ്ഞൂടെ അമ്മയ്ക്ക്? ഒക്കെ മറന്നോ? എന്ത്? ആൾക്കാർ ഓരോരോ കഥകൾ പറയണെന്നല്ലാതെ ഞാനിതൊന്നും വിശ്വസിച്ചിട്ടേ ഇല്ല. അവരൊരു പാവാടാ. പാവോ? ഇങ്ങനെയൊന്നും ആയിരുന്നില്ല മുമ്പ് പറഞ്ഞിരുന്നേ. കാശ് കണ്ടപ്പോഴേക്കും പ്ലേറ്റ് തിരിച്ചു വെച്ചതല്ല. ഇങ്ങനത്തെ എന്ത്? അലമാരിയിലേക്കാണ് കാശ് എടുക്കാൻ. പറഞ്ഞിട്ടില്ലേ കാശ് എടുക്കാൻ?